വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ അവതരിപ്പിക്കുന്നത് നിവിനാണ്. $134 ബില്യൺ മൂല്യനിർണ്ണയത്തിൽ മൂലധനം സമാഹരിക്കാൻ ഡാറ്റാബ്രിക്സ് ചർച്ച നടത്തുന്നു. UK നീതിന്യായ വ്യവസ്ഥയിൽ ഇരകൾക്ക് മുൻഗണന നൽകുന്നതിനായി കോടതി നടപടികൾ വേഗത്തിലാക്കാൻ പദ്ധതിയിടുന്നു. കേരള മുഖ്യമന്ത്രിയുടെ വസതിക്കും തലസ്ഥാന നഗരിയിലെ സ്വകാര്യ ബാങ്കിനും നേരെ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ബോംബ് ഭീഷണികൾ. ബലൂചിസ്ഥാനിലെ FC ആസ്ഥാനത്ത് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണം തടഞ്ഞതിനെ തുടർന്ന് 3 BLA ഭീകരർ കൊല്ലപ്പെട്ടു. നിർമ്മല സീതാരാമൻ പുകയില, പാൻ മസാല എന്നിവയ്ക്ക് GST സെസ് ഏർപ്പെടുത്തുന്നതിന് പകരം പുതിയ നികുതികൾ ചുമത്തുന്നതിനുള്ള 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ അദാനി AI കുതിച്ചുചാട്ടത്തിൽ ചേരുന്നതിനായി ഗൂഗിൾ ഡാറ്റാ സെന്ററിൽ $5 ബില്യൺ നിക്ഷേപം തേടുന്നു. തായ്വാന്റെ വൈകിയ പുതിയ F-16കളുടെ പരീക്ഷണ പറക്കലുകൾ ഈ മാസം ആരംഭിക്കും. തെരുവ് നായ്ക്കളുടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ 50,000-ലധികം പൗരന്മാർ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യ ശ്രീലങ്കയിൽ നിന്ന് കുടുങ്ങിയ അവസാന ബാച്ച് പൗരന്മാരെ ഒഴിപ്പിച്ചു. ദുരിതാശ്വാസ ശ്രമങ്ങൾ ശക്തമാക്കി. ചെന്നൈ ഓട്ടോ ഡ്രൈവർക്ക് ലിംഗസമത്വത്തിനുള്ള കമലാഭാസിൻ അവാർഡ് ലഭിച്ചു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.